ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അറിയാലോ, നമ്മൾ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് നമ്മളെ ഭരിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരെയാണ്. അതിന്റെ ഒരു ബഹുമാനം ഉണ്ടാവുകയും വേണം. പിന്നെ അച്ചടക്കം. അത് കഴിഞ്ഞാൽ വേണ്ടത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. കാര്യങ്ങൾ ഞാനിപ്പോ സംസാരിച്ച് ക്ലിയർ ആക്കി തരാം. അളിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. അളിയ, ഇത് അളിയൻ കേൾക്കണം. ഈ ലോകത്ത് അളിയന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യം പറയാനാ ഞാൻ ഈ വന്ന് നിൽക്കുന്നത്. ഞാൻ അനൂപ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാ. ഒരച്ഛനെന്ന നിലയിൽ അളിയനും വരണം. ഒരച്ഛൻ എന്നിട്ട് അച്ഛനെ കണ്ടിട്ട് അവനെന്താ കാറിൽ നിന്നൊന്നും ഇറങ്ങി വരാത്തത്? അവനല്ലേ അകത്ത്? അവൻ എങ്ങനെ ഇറങ്ങും? നിങ്ങൾ അവനോടും അവന്റെ അമ്മയോടും കാണിച്ചത് എന്താ? ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ജന്മം തന്ന അമ്മയോട് അവനും ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങള്? അമ്മ മരിച്ചപ്പോ കേറാത്ത അച്ഛനോട് മനസ്സ് തുറന്നു മിണ്ടാൻ അവനൊരു മടി കാണും. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി അച്ഛനെ വേണം തോന്നാൻ? ഓ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ അച്ഛനെന്ന കോലം വേണമല്ലോ അല്ലേ? അപ്പൊ സമ്മതിച്ചു. അവന്റെ ജീവിതത്തിന് മുന്നിൽ വെറും ഒരു കോലമായിട്ടാണ് നിന്നതെന്നുള്ളത് സമ്മതിച്ചു. എന്തിനാളിയാ ഇങ്ങനെ ജീവിക്കുന്നേ? ആർക്ക് വേണ്ടി ഇങ്ങനെ ക്ഷേത്രങ്ങൾ തുറന്ന് നടന്ന് പ്രാർത്ഥിക്കുന്നേ? ആരെ ബോധ്യപ്പെടുത്താനാ? ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചിട്ടുണ്ടോന്ന്? ഒരാൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. നാട് നിങ്ങളെ സംബന്ധം ചെയ്തു, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതിലുണ്ടാവുന്ന മക്കൾക്കോ ഭാര്യമാർക്കോ യാതൊരു ഗുണവും ഇല്ല. എന്റെ ചേച്ചി മരിച്ചപ്പോ വന്നില്ല എന്നുള്ളത് പോട്ടെ, അതിന്റെ സങ്കടത്തിൽ നിന്ന് സ്വന്തം മോനെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ശ്രമിച്ചില്ലല്ലോ. ഓ, അതിന്റെ സങ്കടം തീർക്കാനായിരിക്കും ഇവനിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ? ചുമ്മാ തർക്കിച്ച് അളിയനായിട്ടുള്ള സ്ഥാനം അളിയനായിട്ട് തന്നെ കളയല്ലേ. സ്വന്തം മകന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും നല്ല മംഗളകരമായിട്ടുള്ള കാര്യം ഇത്. അതിൽ പങ്കുകൊണ്ട് അവനെ അനുഗ്രഹിക്കേണ്ടതിന് പകരം വെറുതെ ചുമ്മാ അതും ഇതും പറഞ്ഞ് ശത്രുത ഉണ്ടാക്കുന്ന എന്തിനാ? അളിയൻ ഇപ്പൊ വന്നില്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടക്കും. പക്ഷേ അത് നിങ്ങളുടെ സാന്നിധ്യത്തിലാവുമ്പോ അതിന്റെ വിലയൊന്ന് കൂടും. സ്വന്തം മകൻ ബന്ധു വീട്ടിൽ ജീവിതകാലം മുഴുവൻ ഒരു ചോദ്യചിഹ്നമായി അച്ഛന്റെ പേര് മുഴങ്ങി കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളോടൊപ്പം വരണം. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കടമകൾ മറന്നുകൊണ്ട് ജീവിച്ചിട്ട് അവസാന കാലത്ത് മകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു നിരാശ ഉണ്ടാവാൻ ഇടവരരുത്. ആ ഒരു ദുഃഖം നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുതാലും നിങ്ങളെ വിട്ടുപോവില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി അളിയന്റെ ഇഷ്ടം. എടാ, ഞാൻ എന്നല്ലേ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ആ സാബു സാർ പറഞ്ഞ ആള് ഇതിനകത്ത് എവിടെയുണ്ട്. നമ്പർ തന്നിട്ടില്ലേ? ആ, നമ്പറൊക്കെ തന്നിട്ടുണ്ട്. എന്നാ പോയി കണ്ടിട്ട് വാ. ഞാൻ നമ്മുടെ ഓട്ടോസുരായിട്ട് എന്തെങ്കിലും കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞിരുന്നോളാം. പോയിട്ട് വരാം. പെങ്ങളെ, അതെ, ഇവിടുത്തെ ഒരു സാബു സാർ പറഞ്ഞിട്ട് വരിക, രമേശൻ സാറ് അകത്തുണ്ട്. നേരെ ചെന്ന് ഇടത്തോട്ട്. ആ, ശരി, പോയിട്ട് വരാം. സാറേ. യെസ്, വരൂ. സാറേ, ഞാൻ സാബു സാർ പറഞ്ഞിട്ട് വരുന്ന ആളാ. സാബു സാറോ? ആ, ഈ KPT ഗ്രൂപ്പിന്റെ. ഓ, പരിശുദ്ധ സാബു സാർ. അങ്ങനെ പറ. വിഷ്ണു അല്ലേ? ആ,
ആ അതെ. ആ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇതൊരു താൽക്കാലിക വേക്കൻസിയാ. നിലവിലുള്ള ജീവനക്കാർ ലീവ് എടുത്ത് പോകുമ്പോൾ മാത്രം അവരുടെ ഒഴിവിലേക്ക് മാത്രം വരുന്നൊരു ഒഴിവ്. ആ അത് പറഞ്ഞിരുന്നു. പിന്നെ ഉത്തരവാദിത്വം അത് ഈ ജോലിക്ക് മസ്റ്റാ. അറിയാലോ, നമ്മൾ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് നമ്മളെ ഭരിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരെയാണ്. അതിന്റെ ഒരു ബഹുമാനം ഉണ്ടാകുകയും വേണം. ആ ഉവ്വ്. പിന്നെ അച്ചടക്കം. അത് കഴിഞ്ഞാൽ വേണ്ടത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അത് പക്ഷേ എനിക്കിവിടെ തന്നിരിക്കുന്നത് KPT ഗ്രൂപ്പിന്റെ ചെയർമാനായ സാബു വർഗീസ് സാറാ. സാറ് ഒന്നും അറിയാതെ എന്തായാലും ഒരാളെ എന്റെ അടുത്തേക്ക് വിടില്ലല്ലോ. ആ ഒരു ഓർമ്മ വിഷ്ണുവിനും ഉണ്ടാവണം. ആ അതുണ്ടാവും സാർ. ഞാനൊരു ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ആ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ. ഓക്കെ, യൂണിഫോമിന്റെ പണം ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഇതാ യൂണിഫോമാണ്. ഇതിട്ടുകൊണ്ട് വേണം ഡ്യൂട്ടി കയറാൻ. ഇതാ കീ. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. ഓ എന്നാ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. വിഷ്ണു അച്ഛനെ എന്തായി? ഇത് കണ്ട സർക്കാരിന്റെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ്. ഹോയ്. ഇതെന്താന്നറിയോ? ഏ ഇത് എനിക്കാണ് ഇയാളുടെ ഡ്രസ്. വെള്ളയോ? ആ. അയ്യോ, എന്തേ? ഹ്, സൂക്ഷിക്കണം, ചളി പറ്റും, ചളമാക്കരുത്. പോടാ. അപ്പൊ സംഗതി കിട്ടിയല്ലേ? പിന്നെ കിട്ടാതെ വിളിച്ചു പറഞ്ഞ ആര്? KPT ഗ്രൂപ്പിന്റെ ചെയർമാനാ. അല്ല, ഏതാ വണ്ടി? ആ അത് നോക്കണം. ഞാനേ ഒന്ന് ലോക്ക് എടുക്കട്ടെ. എനിക്കുള്ള വണ്ടി ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. ഡാ കമല, ഞാനേ ആ. ഇതൊന്നുകൂടി ഒന്ന് അൺലോക്ക് ചെയ്യാം. ആ. നീ ഒന്ന് നോക്കിക്കോ. ആ കണ്ടാ? അച്ഛനെ, അത് തന്നെ വാഹനം. ഓ ഏത് പിറകന്റെ ആയിരിക്കാവോ? അച്ഛന് ഭാഗ്യമുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും വലിയ കൈക്കൂലിക്കാരന്റെ വണ്ടിയായിരിക്കും ഓടിക്കാൻ കിട്ടുക. അപ്പൊ നല്ല കിമ്പളവും കിട്ടും. പോക്കറ്റ് എപ്പോഴും വീർത്തിരിക്കും. 10 മാസം ആയ പോലെ. പോടാവിടുന്ന്. അതൊന്നും വേണ്ട. എടാ മനസ്സമാനത്തോട് ജോലി ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. നീ എന്തായാലും വാ, നമുക്ക് നോക്കി നോക്കാം. ആ